ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇത് ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം കേരളത്തിലെ ഒരു ഗവൺമെന്റും ഇന്നാട്ടിലെ വനിതകൾക്ക് വേണ്ടി ചെയ്യാത്തൊരു കാര്യമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇന്നത്തെ ദിവസം മുതൽ പ്രാബല്യത്തിലാക്കുന്നത്. ഇതാരെങ്കിലും മുൻകാലങ്ങളിൽ ചെയ്തതിനെ കുറച്ച് ബെറ്റർ ചെയ്യുന്നതല്ല. ഇത് ഏതെങ്കിലും ഗവൺമെന്റ് മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചതിനെ ഇപ്പൊ നടപ്പിലാക്കുന്നതുമല്ല. ഇതൊരു സർക്കാരും കേരളത്തിൽ മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുമില്ല, മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുമില്ല. ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. ഇത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു വഴിമാറ്റം ഇവിടെ സംഭവിക്കുകയാണ്. ഞാനിപ്പോ വെറുതെ KSRTCയുടെ നമ്മുടെ ഒഫീഷ്യൽസിനോട് ചോദിക്കുകയായിരുന്നു. ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് 28 രൂപയുടെ ടിക്കറ്റാണ് ഒരു ഓർഡിനറി KSRTC ബസ്സിൽ ഒരാൾക്ക് വേണ്ടത്. പഠനത്തിനോ തൊഴിലിനോ പോകുന്ന ഒരാൾക്ക് രാവിലെ അങ്ങോട്ട് വരുന്ന 28, തിരിച്ചിങ്ങോട്ട് വരുന്ന 28, 56 രൂപ ഒരു ദിവസം ബസ്സിന് കൊടുക്കുന്നത് സേവ് ചെയ്യാൻ ഈ ഗവൺമെന്റിന്റെ ഈ തീരുമാനം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് അതിന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള എഫക്റ്റിനെ പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ ഫിനാൻഷ്യൽ റവല്യൂഷനാണ്. ഇതൊരു സാമൂഹിക സാമ്പത്തിക വിപ്ലവമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. ഇനി വേണ്ട, ഇവിടുന്ന് ഗുരുവായൂരിലേക്ക് ഒരു ഓർഡിനറി ബസ്സിൽ ആകട്ടെ 133 രൂപയാണ് ഇവിടുന്ന് ഒരാള് ഗുരുവായൂരിലേക്ക് ടിക്കറ്റ് എടുത്താൽ കൊടുക്കേണ്ടത്. കണ്ണനെ തൊഴുതു വരാൻ 266 രൂപ ഒരു കോഴിക്കോട്ടുകാരി KSRTCക്ക് കൊടുക്കേണ്ടി വരുന്നതിന്റെ അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. സൗജന്യമായി പോയി കണ്ട് കണ്ണനെ അവർക്ക് തൊഴുതു വരാം. ഇവിടുന്ന് മാനന്തവാടിയിലേക്ക് ഒരാൾ പോവാൻ ചെലവഴിക്കേണ്ട പൈസ 130 രൂപയാണ്. തിരിച്ചു വരുമ്പോ 130 കൂടെ ചേർത്താൽ 260. ഇവിടുന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരാൾ കൊടുക്കേണ്ടി വരുന്ന ടിക്കറ്റ് 118 രൂപയാണ്. തിരിച്ചു വരുമ്പോ 236 രൂപ. ഞാൻ പറയുന്നു, ആദ്യത്തെ കണക്ക് മാത്രം നിങ്ങൾ എടുക്കുക. 28 രൂപ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു സാധാരണ യാത്രക്കാരൻ, അവർക്ക് എല്ലാ ദിവസവും അവിടെ പോകേണ്ടതാണെങ്കിൽ ഒരു മാസത്തിലെ 25 ദിവസം അവർക്ക് അവിടെ ജോലി ആവശ്യത്തിന് ബന്ധപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അവരൊരു മാസം സേവ് ചെയ്യുന്ന പൈസ എത്രയാണ്? ഞാൻ പറയുന്നു, ഒരു മാസം നമ്മൾ കൊടുക്കുന്ന സാമൂഹ്യ പെൻഷനോളം തുക ഈ വനിതകൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്